ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിഡൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റിയായ കുർക്കുറയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുർക്കുറ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഈ പൊടികളെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ട പിടിക്കാതെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. ഒരു ദോശമാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ ഇളക്കിയെടുക്കണം. ഈ ഒരു രീതിയിൽ ഒന്ന് കലക്കിയെടുക്കണം. ഞാനിവിടെ സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിനി കട്ട പിടിക്കാതെ നല്ലോണം ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് അടുക്കി പിടിച്ച് കട്ട കെട്ടിപ്പോവും. അപ്പോൾ നല്ലോണം കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് നല്ലോണം ഈ മാവൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്കിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കാം. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുർക്കുറയുടെ അതേ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ കുറച്ച് മാവെടുക്കുക. നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. കുർക്കുറയുടെ അതേ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. പിന്നെ കുറച്ച് മാവെടുത്ത് ഇങ്ങനെ വെക്കുക. ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിടണം. അപ്പോൾ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുർക്കുറ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം.
ഇതും പരുവമായിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിട്ട മുളക് പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്